അധ്യക്ഷൻ റഹ്മാൻ, ഭാരവാഹികളെ, കൈരളി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എന്നെ ഈ ജോലി ഏൽപ്പിച്ച ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുൻ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൽ ഒരു വാചകം ലോകമെങ്ങും ആപ്തവാക്യമായിട്ട് എടുക്കാറുണ്ട്. അതിൻ്റെ യഥാർത്ഥ വാക്ക് ഇങ്ങനെയാണ്: ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി. ഇത് നമ്മൾ വളരെ അർത്ഥവത്തായ ഒരു ആപ്തവാക്യം നമ്മൾ വളരെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ കൈരളി നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ തമാശ രൂപേണെങ്കിലും ചോദിക്കാറുണ്ട്. അതിങ്ങനെയുള്ള ചോദ്യം തന്നെ വളരെ യാതൊരു അർത്ഥവുമില്ല, തെറ്റതാണ്. കൈരളി ചെയ്യേണ്ട, കൈരളിയുടെ ബൈലോയിലുള്ള എല്ലാ കാര്യങ്ങളിലും കൈരളി മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞു. സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ കൈരളി വളരെയധികം ഉയർന്ന് ഇനിയും ഉയരാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയത്തക്ക രീതിയിലാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. ഉദാഹരണം, ഇവിടെ സ്റ്റേജിൽ നടക്കുന്ന കലാപ്രകടനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒരു കലയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു സ്റ്റേജ് അല്ലേ എന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റ് രംഗങ്ങൾ, നമ്മൾ വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിലൊക്കെയും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ട്. SIT ക്ലാസ് കൊടുക്കുന്നു, മലയാളം ക്ലാസ് കൊടുക്കുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി നമ്മൾ ഒരു US പല സ്റ്റേറ്റുകളിലായിട്ട് നമ്മൾ ഈ ബാൾട്ടിമോറിൽ നിന്ന് തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ തൊഴിൽ പദ്ധതി ഇന്നിപ്പോൾ ലോകമെമ്പാടും, പ്രത്യേകിച്ച് US പല സ്റ്റേറ്റുകളിലും ഇന്ന് വളരെ ചരിത്ര പ്രതിഷ്ഠ നേടിയ ഒരു കാര്യമായി സംഭവിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കൈരളിയും ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിൻ്റെ ഒരു ഭാഗമാണത്. അതിൻ്റെ പുറകിൽ വളരെ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ച് വളരെ വളരെ കഷ്ടപ്പാടും പ്രയാസത്തിൽ ഒക്കെ അനുഭവിച്ച് പുള്ളി അതിൻ്റെ ഒരു നേട്ടം കൈവരിച്ച ഒരാൾ നമ്മുടെ സുഹൃത്തും നമ്മുടെ കൈരളിയുടെ പല വർഷങ്ങളായി കൈരളിയുടെ മെമ്പറുമായിരിക്കുന്ന ബാബു തോമസ് തെക്കേക്കരയാണ്. അദ്ദേഹം വളരെയധികം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടിൽ നിന്ന് വന്ന നേഴ്സിംഗ് ഡിഗ്രി ഇല്ലാത്തവർ അവർ ഡിപ്ലോമ കരസ്ഥമാക്കി ഇവിടെ വന്നു. എന്നാൽ ഈ സമീപകാലങ്ങളിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ, BSN ഉണ്ടെങ്കിൽ മാത്രമേ ജോലി തുടരാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള നിബന്ധന വന്നതോടുകൂടി പല ആൾക്കാരും അവർ റിട്ടയർമെൻറ്റ് ഏജോട് അടുത്തവർ പോലും തിരിച്ച് കോളേജിലേക്ക് പോകാനുള്ള ഒരു എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാബു ദി ഗ്രാൻഡ് കാനിയൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് അവിടുത്തെ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ തിരക്കുകയും അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അവിടെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ട്യൂഷനിൽ 15% ഇളവ് വാങ്ങിക്കുന്ന ഒരു വലിയ മഹത്തായ കാര്യമാണ് പുള്ളി ചെയ്തത്. അത് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ സംഘടനയുടെ കീഴിൽ കൂടി ഉള്ള രജിസ്ട്രേഷന് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ കൈരളിയുടെ പ്രസക്തി അവിടെ ഉണ്ടായത്. കൈരളിയാണ് അതിൽ ആദ്യമായിട്ട് പങ്കെടുത്തത്. അത് കഴിഞ്ഞ് ഫോമായുടെ കീഴിലുള്ള മറ്റുള്ള സംഘടനകൾക്കുമെല്ലാം ആ അവകാശം കിട്ടുവാനുള്ള സാധ്യത വന്നു. അതിൽ കൂടി ഞാനൊരു കണക്ക് ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് അതിൽ കൂടി ഈ ബാൾട്ടിമോർ ഭാഗത്തു നിന്ന് തന്നെ 70-ൽ ചിലവാനം ആൾക്കാർ ആ ബാൾട്ടിമോർ ഭാഗത്തു നിന്ന് തന്നെ അതിൽ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഡിസ്കൗണ്ട് വാങ്ങിക്കുവാൻ സാധിച്ചു. അമേരിക്ക ഒട്ടുക്കായിട്ട് 2000-ഓളം ആൾക്കാർ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചു. 15% വെച്ചുള്ള ഡിസ്കൗണ്ട് തന്നെ കൂട്ടി നോക്കിയാൽ 6 മില്യൻ്റെ ഡിസ്കൗണ്ട് ലഭിച്ചു എന്നാണ് ബാബു തന്നെ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ജനസേവനപരമായ ഒരു സേവനം ഒരാൾ വളർത്തിയെടുത്ത് അതിനെ മറ്റുള്ള നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് പ്രയോജനമുള്ളതാക്കി തീർത്തത് ഒരു വലിയ സംഭവമായിട്ടാണ് ഞാൻ തന്നെ അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ബാബു തെക്കേക്കരയെ ഈ സമയത്ത് ഈ ഓണത്തിൻ്റെ ആഘോഷത്തിൽ ബാബു തെക്കേക്കരയെ ആദരിക്കുന്നത് ഏറ്റവും ഉചിതമായ കാര്യമായിട്ടും എനിക്ക് തോന്നി. എന്നോടത് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് സന്തോഷം ഏറ്റെടുത്തു. ഈ സമയത്ത് കൈരളിയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ബാബു തെക്കേക്കരയെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
ഫലകവും മറ്റും കൊടുക്കുന്നതിനായി ടിസൺ തോമസിനെ ഞാൻ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. ബാബു തെക്കേക്കര സ്റ്റേജിലോട്ട് വരുന്നതായ സമയത്ത് ജോസ് പറമലമായിരിക്കും പ്രശംസാഫലകം കൊടുക്കുന്നത്. ബാബു സ്റ്റേജിൽ വന്നു കഴിഞ്ഞു. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയതാണ്, ബാബുവിനെ നമ്മൾ മിസ് പോവുകയാണ്. ബാബു വളരെ കാലമായി ബാൾട്ടിമോറിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ റീസെൻ്റ്ലി പുള്ളി ടെക്സാസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. ടെക്സാസിലേക്ക് ഓൾമോസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവനെ മിസ് ചെയ്യും. എന്നാൽ ഈ കരിവലയുടെ നാമത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും അവിടെയും ചെന്ന് പ്രശസ്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിനെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. This is the award given to Babu Thomas Tekekara. It is read like this: Community Service Award presented to Mr. Babu Thomas Tekekara, Kairali of Baltimore, 2015. This is also a certificate of recognition, Kairali of Baltimore, presented to Babu Tekekara, Community Service, Grand Canyon University Scholarship Program. Rahman Kadabra, our President.